അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽഉർവതിൽ വുത്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു, അത് പൊട്ടിപ്പോവുകയേ ഇല്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇവിടെ അൽ ഉർവത്തുൽ വുത്ഖാ എന്നാൽ വ്യത്യസ്തമായ ആശയങ്ങളാണ് സലഫുസ്സാലിഹീങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, താബിഈ പണ്ഡിതൻ സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ, ലൊഹാഖ് റഹിമഹുല്ലാ, അവരെല്ലാവരും അതുകൊണ്ട് ഉദ്ദേശിച്ചത്, അവിടുന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഖുർആൻ എന്നാണ്. മഹാനായ താബി പണ്ഡിതൻ മുജാഹിദ് റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞു അൽ ഈമാൻ, വിശ്വാസം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ താബി പണ്ഡിതൻ സുദ്ദി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം അൽ ഇസ്ലാം എന്നതാണ്. മഹാനായ സ്വഹാബി മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം ഫിസാമ ലഹാ ഐ ലം ഖിതാഅ ലഹാ ദൂന ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനം വരെ ഒരിക്കലും മുറിഞ്ഞു പോവാത്തത് എന്നതാണ് അൽ ഉർവത്തുൽ വുത്ഖാ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ വാചകങ്ങളെല്ലാം ശരിയാണ്, അവക്കിടയിൽ വിരുദ്ധമായതൊന്നും ഇല്ല എന്ന് മഹാനായ ഇബ്നു കതീർ റഹിമഹുല്ല തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു.